ഹായ് ഫ്രണ്ട്സ്, ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ടർക്കിഷ് ചിക്കൻ്റെ റെസിപ്പിയാണ്. സാധാരണ ചിക്കൻ തയ്യാറാക്കുന്ന വ്യത്യസ്തമായിട്ട് നമ്മളിതിലേക്ക് വൈറ്റ് സോസും പിന്നെ ചീസൊക്കെ ചേർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ഡിഷാണിത്. ഇപ്പോൾ ചപ്പാത്തിയുടെയും പിന്നെ റൊട്ടി ബണ്ണിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. നമ്മൾ വൈറ്റ് സോസ് പാസ്തയൊക്കെ തയ്യാറാക്കുന്ന രീതിയിൽ വൈറ്റ് സോസും പിന്നെ ചീസൊക്കെ ചേർത്തിട്ടാണ് ഈ റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന രീതിയിലുള്ളൊരു ടർക്കിഷ് ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ റെസിപ്പി തയ്യാറാക്കിയേക്കുന്നത്. അപ്പോൾ ഇതിൽ ഒറിഗാനോ മാത്രമേ എക്സ്ട്രാ ചേർത്തിട്ടുള്ളൂ. ഒറിഗാനോ ചേർക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ റെസിപ്പിക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് 1/2 കിലോ ബോൺലെസ് ചിക്കനാണ്. ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ മീഡിയം സൈസ് പീസസ് ആയിട്ട് മുറിച്ച് വെക്കാം. അധികം ചെറിയ പീസാക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈരും പിന്നീട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗറും 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ഉപ്പും പിന്നീട് 1/2 ടീസ്പൂൺ ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ ബേസിൽ ലീവ്സും ചേർക്കാം. ബേസിൽ ലീവ്സ് മസ്റ്റ് അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കാം. അപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലാത്തവർ സാധാരണ വെജിറ്റബിൾ ഓയിൽ ചേർത്താലും മതിയാവും. അതുപോലെ വിനീഗറിന് പകരമായിട്ട് നമുക്ക് നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി സ്പൈസസ് ഒക്കെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. ഒരു 5-6 മണിക്കൂർ വെക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മിനിമം 1 മണിക്കൂർ നേരത്തേക്കെങ്കിലും മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിന് പകരമായിട്ട് നമുക്ക് ഓയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ വൈറ്റ് സോസ് തയ്യാറാക്കുമ്പോൾ ബട്ടർ ചേർക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് നേരത്തേക്ക് ഇതിൻ്റെ പച്ച മണമൊക്കെ നന്നായിട്ട് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദയിലേക്ക് പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് കുറുകാൻ തുടങ്ങും. ആദ്യം നമ്മൾ 1 കപ്പ് പാലാണ് ചേർത്തത്. പിന്നീട് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മൈദ ചേർത്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കട്ടിയായി പോവും. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് കൂടി ചേർക്കാനുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചതും 1/2 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജാതിക്ക ഓപ്ഷനിലാണ്. നിങ്ങളുടെ കയ്യിൽ ജാതിക്ക ഇല്ല എന്നുണ്ടെങ്കിൽ സിന്നമൺ പൗഡർ അല്ലെങ്കിൽ കറുവാപ്പട്ട പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് രണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഉപ്പും കുരുമുളക് പൊടിയും ക്രഷ്ഡ് റെഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുക. മൈദയും പാലും ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ വൈറ്റ് സോസ് തയ്യാറാക്കുന്ന അതേ സമയം കൊണ്ട് തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ വൈറ്റ് സോസൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നേരത്തെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ തണുത്തിട്ടുണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം പാലൊഴിച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ പീസസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1 മിനിറ്റ് നേരത്തേക്ക് ഫ്രൈ ചെയ്താൽ മതിയാവും.
ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം 8 മുതൽ 10 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പുറം ഭാഗം മാത്രമാണ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവുക. ഇങ്ങനെ അടച്ചു വെച്ച് ചെറുതീയിൽ വേവിക്കുമ്പോഴാണ് ചിക്കൻ്റെ അകം ഭാഗമൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുന്നത്. ഇനി മൂടി തുറന്നതിന് ശേഷം ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നവരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഫ്രൈ ചെയ്താൽ മതിയാവും. ഇനി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് സോസ് ചിക്കൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യുന്ന സമയം തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വൈറ്റ് സോസ് നേരത്തെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്നങ്ങ് തിക്കായി പോവും. അതുകൊണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് മോസറല്ല ചീസ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മോസറല്ല ചീസ് ഇല്ലെങ്കിൽ അതിന് പകരം നമ്മൾ സാധാരണ ചീസ് സ്ലൈസസ്, ബ്രെഡിനൊക്കെ ഉപയോഗിക്കുന്ന ചീസ് സ്ലൈസസും ഉപയോഗിച്ചാൽ മതിയാവും. മോസറല്ല ചീസ് ചേർക്കുമ്പോഴാണ് ഇതിന് ടർക്കിഷ് ചിക്കൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. വൈറ്റ് സോസും മോസറല്ല ചീസും ചേർക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചതിന് ശേഷം 2 മുതൽ 4 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ടർക്കിഷ് ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇത് ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചീസ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടർക്കിഷ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പർ ഡിഷാണിത്. ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെയും റൊട്ടിയുടെയും ഒക്കെ കൂടെ നല്ല ചൂടോടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ടർക്കിഷ് ചിക്കൻ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് തണുത്ത് കഴിയുമ്പോൾ ഈ ഒരു പാകത്തിനാണ് ഉണ്ടാവും. ആ മോസറല്ല ചീസിൻ്റെ ടേസ്റ്റും പിന്നെ വൈറ്റ് സോസും ചിക്കനും കൂടിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടർക്കിഷ് ചിക്കൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.